ആ പാട്ടിന്റെ വരികൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൽ ക്രിസ്തുവിനെ പരദേവനായിട്ടും എല്ലാറ്റിനെയും നാഥനായിട്ടും ഏകദൈവമായിട്ടും ഒക്കെ വിശേഷിപ്പിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ അത് അവര് പാടിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള നെട്ടാശ്ശേരിയിലെ ഈ പറഞ്ഞ ഭജന ട്രൂപ്പിന്റെ ആളുകളുടെ നാട്ടിൽ തന്നെയുള്ള ക്ഷേത്രത്തിലാണ്. ഈ നന്ദഗോവിന്ദം ഭജന വളരുന്നതിലോ അവർ പണം സമ്പാദിക്കുന്നതിലോ അവർ ലോകം മുഴുവനുള്ള ഹിന്ദുക്കളുടെ ഇടയിൽ പാടി വിജയിക്കുന്നതിലോ യാതൊരു അസൂയയും എനിക്കില്ല. അപ്പൊ എന്താ നിങ്ങൾ ചോദിക്കാൻ കാരണം? എനിക്ക് അസൂയുണ്ട്. എന്തിനാണെന്നറിയോ? അവരുടെ മേക്കപ്പ്, അവരുടെ ഡ്രസ്സ്, എത്ര നല്ല മനോഹരമായ മുണ്ടുകളാണ് അവർ ഉടുക്കുന്നതൊക്കെ ഞാൻ നോക്കാറുണ്ട്. നല്ല ഷർട്ടാണ്, ഗംഭീരമായ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് ആണ്. സ്റ്റേജിന്റെ പിറകിൽ കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൈ ജി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുക്കളെ, ഇത് വിദ്യാസാഗർ ഗുരുമൂർത്തി നമ്മുടെ സുഹൃത്തു കൂടിയാണ്. ഒരുമിച്ച് മുമ്പ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും വിദ്യാസാഗർ ഗുരുമൂർത്തി ഇപ്പോൾ ഈ RSSന്റെ ഒരു പ്രചാരകനായിട്ടൊക്കെ നിൽക്കുന്നതാണ്. അദ്ദേഹവും ഇപ്പോൾ നമ്മുടെ നന്ദഗോവിന്ദ ഭജൻസിനെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാം, എന്നിട്ട് വേറെ കാര്യം പറയാനുള്ളത്. അവരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യേശുവും ദൈവമാണ്, യേശുവാണ് ഏക ദൈവം എന്ന പാട്ടുകൾ പാടിക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ പരിണത ഫലം ഇപ്പോൾ പഞ്ചാബിൽ നോക്കൂ, അല്ലെങ്കിൽ ഒറീസയിൽ നോക്കൂ, ആസാമിൽ നോക്കൂ, മറ്റ് പല നാടുകളിൽ നോക്കൂ, അവിടെയെല്ലാം ഈ ഭജന ട്രൂപ്പുകളിലൂടെയാണ് ഇപ്പോൾ ക്രിസ്തുമതം സാധാരണ ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. കാരണം അവർ പേര് മാറ്റിക്കളയും. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അമേരിക്കയിലും നമ്മുടെ ഇവിടുത്തെ ഭജന, പക്ഷെ അവരുടെ മാത്രം പല നാട്ടിലും പല പേരും പല മുഖവും ഭാവവുമാണ്. കാരണം അവരൊരു ആ ട്രൂപ്പുകളെല്ലാം മിക്കവാറും നമ്മളെ നാട്ടിലത്തെ എന്താണ് ഈ ഭജന ട്രൂപ്പിനൊക്കെ മാറ്റും എന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എന്തായാലും ഇവിടെ പറയാനുള്ളത് വേറൊരു കാര്യമാണ്. ഒരു അസൽ വിഷനാവ് കൂടി ഇപ്പോൾ നമ്മുടെ KP ശശികല ടീച്ചർ എന്ന് പേരിട്ട KP ശശികല പറയുന്നു. അതൊരു ഭീകരമായ സംഭവമാണ്. അത് സത്യമാണ്. അത്തരം സ്ഥാപനങ്ങൾ കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. 9ഓളം സ്ഥാപനങ്ങൾ ഒരുപോലെ വിഷുനാളിൽ കണ്ണന് മന്തിയും കോഴിക്കാലും കൊടുത്തതെങ്കിൽ അത് അത്ര നിസ്സാരമല്ല, അന്വേഷണം നടക്കണം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നമുക്കറിയാം. ഈ കഴിഞ്ഞ വിഷുനാളിൽ അങ്ങനത്തെ ഒരു അബദ്ധം ഒട്ടുമിക്ക സ്ഥലത്തും നടന്നിട്ടുണ്ട്. സംഗതിയോട് എടുക്കട്ടെ. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ അറബിക് റെസ്റ്റോറൻറ്റുകൾ, ഇതാണ് വിഷയം. കേരളത്തിലെ അറബിക് റെസ്റ്റോറൻറ്റുകളെ സാമ്പത്തിക സ്രോതസ്സും രാജ്യവിരുദ്ധ ബന്ധവും അന്വേഷിക്കണം. BJP NIA കത്ത് നൽകി എന്നുള്ളതാണ് സംഗതി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ അറബിക് റെസ്റ്റോറൻറ്റുകൾ എവിടെയാണെന്ന് അറിയാവോ? നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റെസ്റ്റോറൻറ്റുകൾ ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ എന്തൊക്കെ അന്വേഷിക്കാനാണ് ഇവർ NIA കത്ത് നൽകിയിട്ടുള്ളത് BJPക്കാരെന്ന് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ മനസ്സിലാക്കുക, മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ അറബിക് റെസ്റ്റോറൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറേബ്യൻ ഫുഡ്, നമ്മുടെ മന്തി അടക്കം ഒരു അറേബ്യൻ ഫുഡാണ്. ഈ അറേബ്യൻ ഫുഡ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലം നമ്മുടെ മലപ്പുറം പ്രദേശമാണ്. ഈ പ്രദേശത്തുള്ള ഹോട്ടലുകൾക്ക് ആരാണ് പൈസ ഇറക്കുന്നത്? എവിടെ നിന്നാണ് ഇവർക്ക് പണം കിട്ടുന്നത്? എന്തിനാണ് ഈ ഫുഡ് ഇവരിങ്ങനെ പ്രസിദ്ധപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകളുടെ ഒരു വലിയ, ടീച്ചർ എന്ന് പറഞ്ഞുപോയി, KP ശശികല അടക്കമുള്ള ആളുകളുടെ ഒരു വലിയ വിഷയം. KP ശശികല പറയുന്നത് 4 കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറയുന്നത്. 1, 9/11/2016 മുതൽ ഇന്ന് വരെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട അറബിക് റെസ്റ്റോറൻറ്റുകളുടെ സാമ്പത്തിക സ്രോതസ്. 2, വിദേശത്തു നിന്നും പണം എത്തിയതിൻ്റെ പരിശോധനയും FEMA PMLA ഒപ്പം തന്നെ FCRA ചട്ടങ്ങളുടെ പാലനവും. 3, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ നിരോധിക്കപ്പെട്ട സംഘടനകളുമായോ മറ്റ് രാജ്യവിരുദ്ധ സ്രോതസ്സുകളുമായോ ഉള്ള സാമ്പത്തിക ബന്ധങ്ങൾ. 4, ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ബിനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, കണക്കിൽപ്പെടാത്ത പണം എത്തിക്കൽ എന്നിവയെക്കുറിച്ചുള്ള പരിശോധന. ഈ 4 കാര്യങ്ങൾ നടത്തണമെന്നുള്ളതാണ്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. നോക്കൂ, ഞാൻ മലപ്പുറം പ്രദേശത്താണ്. ഈ മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഹോട്ടലുകൾ, വ്യത്യസ്തമായ ഭക്ഷണം, നിങ്ങൾക്ക് രുചികരമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് വരണം. ഈ തെക്കൊക്കെ ഇരുന്നിട്ട് അവിഞ്ഞ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നല്ലത്. നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല എരിവും ടേസ്റ്റൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് വരുന്നതായിരിക്കും നല്ലത്. ഇനി മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും വൈകുന്നേരങ്ങളിലാണ് ഇത്തരം ഫുഡുകളൊക്കെ വൈറലാകാറുള്ളത്.
മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്ന പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മന്തി കിട്ടുന്ന ഒരു കട കൂടി നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ പ്രസിദ്ധപ്പെടുത്തട്ടെ. എന്തായാലും സംഗതി അവിടെ കിടക്കട്ടെ. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മന്തിക്കടകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അറേബ്യൻ ഫുഡ് കടകൾ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ ആളുകൾ തിന്നാനായി ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ജീവിക്കാനായിട്ട് എന്തെങ്കിലും തിന്നുക എന്നുള്ള പരിപാടിയേക്കാൾ കൂടുതൽ മലപ്പുറം ജില്ലയിൽ തിന്നാൻ വേണ്ടി ജീവിച്ച ആളുകളാണ്. തിന്നാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്ര കിലോമീറ്റർ വേണമെങ്കിൽ സഞ്ചരിക്കും. ഒരു 10 രൂപയുടെ ചായ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു ഉള്ളേരിയയിൽ നല്ല ടേസ്റ്റിൽ കിട്ടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 500-600 രൂപയ്ക്ക് എണ്ണ അടിക്കാൻ പോലും ഒരു മടിയുമില്ലാത്ത ചെറുപ്പക്കാരാണ് മലപ്പുറത്തുള്ളത് മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ ഉണ്ടാവുന്നത്? ഏറ്റവും നന്നായിട്ട് വിദേശത്ത് നിന്ന് പണം എത്തുന്നത് ഇവിടേക്കൊക്കെ തന്നെയാണ്. രണ്ടാമത്, നന്നായിട്ട് എല്ലുമുറിയെ അധ്വാനിക്കുന്ന ഒരു ടീമാണ് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഐക്യമൊന്നും ഹിന്ദുക്കൾ ഉണ്ടാവണമെന്ന് ഈ ശശികല എന്ന് പറയുന്ന KP ശശികല അടക്കമുള്ള ആളുകൾ മോഹിക്കരുത്. KP ശശികലയ്ക്കടക്കം ഈ ഒരു ഹിന്ദു മതത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെടുന്ന വേടൻ അടക്കമുള്ള ആളുകൾ, മുന്തിയ ജാതിക്കാർ എന്ന് പറയുന്ന ആളുകളൊക്കെ പാടുന്ന പാട്ടുകൾ പാടുന്നതേ ഇഷ്ടമല്ല. KP ശശികല അടക്കമുള്ള ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് വേടൻ ഇങ്ങനെ വിദേശത്തുള്ള ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ പാടാൻ പോകുന്നത്, റാപ്പൊക്കെ പാടാൻ പോകുന്നത്, ഓനക്ക് ഓൻ്റെ ജാതിയിൽ തന്നെയുള്ള പാട്ടില്ലേ അതൊക്കെ പാടി ജീവിച്ചാൽ പോരെ എന്നർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജാതിയുടെ ആ പാട്ടുകൾ മാത്രം പാടി ഏതെങ്കിലും മൂലയ്ക്കിലാണ് ഇരുന്ന് നശിച്ചു പോയാൽ പോരെ എന്നടക്കം ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളുടെ പേരാണ് ഈ KP ശശികല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ഹിന്ദുക്കള് ജാതി ശ്രേണിയിൽ തന്നെ ജീവിച്ചാൽ മതി എന്നാണ് ശശികല അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരിയുടെ തൊഴില്, നായരുടെ തൊഴില്, അതിൻ്റെ താഴത്തുള്ള തീയര് തൊഴില്, അതിൻ്റെ താഴത്തൊക്കെ പറയപ്പെടുന്ന ചെറുമ കണക്കാന്നൊക്കെ പറയപ്പെടുന്ന താഴ്ന്ന ജാതി ടീമുകളെല്ലാം അവരുടെ കുലത്തൊഴിലുകൾ മാത്രം ചെയ്ത് ജീവിക്കുക, ആശാരിമാര് മരപ്പണി ചെയ്ത് മാത്രം ജീവിക്കുക എന്നീ പറയുന്ന ജാതി ശ്രേണിയിലുള്ള ആ ഒരു തൊഴിലുകൾ മാത്രം ചെയ്ത് ജീവിച്ചാൽ മതി, അതിനപ്പുറത്തേക്കുള്ള ഒരു വളർച്ചയും ഒരു ജാതിയിലും വേണ്ട എന്ന് വിചാരിക്കുന്ന ഇത്തരക്കാരായുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കുക. ഇത്തരം ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ജാതിക്കാര് എന്തെങ്കിലും ഹോട്ടലോ മറ്റോ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു ജാതിക്കാർ ആ ഹോട്ടലിലേക്ക് കയറാത്ത പ്രശ്നം കൂടി ഉണ്ട് എന്നർത്ഥം. മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ കട അവിടെ ഉണ്ട് എന്നുള്ളൂ. അത് ഏത് മുസ്ലിമാ തുടങ്ങിയ, ഉയർന്ന മുസ്ലിമാണോ താഴ്ന്ന മുസ്ലിമാണോ, ഇനിയിപ്പോൾ വല്ല ഖാലിമാരാണോ, ഇനിയിപ്പോൾ പഠിച്ചുണ്ടാക്കി വല്ല ആൾക്കാരോ, ഇങ്ങനൊന്നും ചിന്തയില്ല. അവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ല ഭക്ഷണം കിട്ടും, പോയി തിന്നുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ നാട്ടിലൊക്കെ ആലോചിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ കൂടുതലൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് മുസ്ലിങ്ങളല്ല എന്നുകൂടി മനസ്സിലാക്കുക, ഹിന്ദുക്കളാണ്. അത് ഇതിനിടയിലൊന്നും ഇങ്ങനെ ചുമ്മാ പറഞ്ഞു വെച്ച് പോയതെന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള ഈ റെസ്റ്റോറൻറ്റുകളിൽ, ഇവിടെയുള്ള അറേബ്യൻ റെസ്റ്റോറൻറ്റുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഒന്ന് തിന്നാൻ ആളുകളുള്ളതുകൊണ്ടാണ്. രണ്ടാമത് അവരുടെ കയ്യിൽ പൈസ ഉണ്ട്. അവരുടെ കയ്യിൽ പൈസ ഉണ്ടാകുന്നത് അവർ തമ്മിൽ നല്ല ഒരുമയുണ്ട്. ഈ ജാതീയ പ്രശ്നങ്ങളൊന്നും എന്തു വന്നാലും മുസ്ലിങ്ങൾക്കിടയിലില്ല, വളരെ കുറവാണ്. എന്നാൽ അല്പസ്വല്പമൊക്കെ ചില ഷിയ എന്നൊക്കെ പറയുന്ന ജാതിയായിട്ട് പറയാമെങ്കിൽ ഷിയ സുന്നി തമ്മിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് വിവാഹ ബന്ധങ്ങളിലൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളൂ. പ്രാർത്ഥനാ രീതികൾ, കൈകൾ ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നുള്ള പ്രാർത്ഥനാ രീതികളൊക്കെ ചില വ്യത്യാസങ്ങളും തല്ലുകളും ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിട്ട്, അതൊരു ജീവിത പ്രശ്നമായിട്ടൊന്നും ഇവർ കൊണ്ടു നടക്കാറില്ല. അത്തരത്തിലുള്ള ഷിയാക്കൾ തുടങ്ങി വെച്ച ഹോട്ടലിലേക്ക് സുന്നികൾ കയറാതിരിക്കുക എന്ന പറയുന്ന പരിപാടികളൊന്നുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതിക്കാരൻ ഒരു ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഒരു മുന്തിയ ജാതിക്കാരനും പിന്നെ ആ ഒരു ഹോട്ടലിലേക്ക് കയറില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഒരു സംശയമില്ല. നമ്പൂതിരി വെച്ച ഭക്ഷണം മാത്രമാണ് നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാര്, അല്ലെങ്കിൽ നമ്പൂതിരിമാരുണ്ടാക്കുന്ന വെളിച്ചെണ്ണ മാത്രമാണ് നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്പൂതിരി എന്ന് പറയുന്ന പേരിൽ തന്നെ നമ്മുടെ നാട്ടിൽ ചില പൊടികളൊക്കെ ഇറങ്ങുന്നത്. സാമ്പാർ പൊടി നമ്പൂതിരി ഉണ്ടാക്കുന്നതാണെങ്കിൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ ചമ്മന്തിപ്പൊടി നമ്പൂതിരി ഉണ്ടാക്കുന്നതാണൊക്കെ നന്നായിരിക്കും. നിങ്ങൾക്ക് നമ്പൂതിരിസ് അച്ചാറും നമ്പൂതിരിസ് സാമ്പാർ പൊടികളൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ നായർ അച്ചാറും ചിലപ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ഒരു തീയരച്ചാറോ ഒരു ചെറുമൻ അച്ചാറോ ഒരു പുലയ അച്ചാറോ ഒന്നും നിങ്ങൾക്ക്, അല്ലെങ്കിൽ അത്ര സാമ്പാർ പൊടികളൊന്നും അത്തരം പേരിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ജാതീയത നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ
ആ മുസ്ലിങ്ങൾ ഒരുമയോട് കൂടിയിട്ട് ഹോട്ടലുകൾ തുടങ്ങുകയും അവരെ സഹായിക്കാൻ ചുറ്റുമുള്ള മറ്റു മുസ്ലിങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുത്തൻ്റെ ജീവിതം കരുപിടിക്കുകയാണെങ്കിൽ അവനെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ സോക്കോള് ഹിന്ദുക്കളൊന്നും ഒരുമിച്ചിട്ടില്ല. ഹിന്ദു ഉണരണം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ജാതീയതയിൽ നിന്ന് ഒന്ന് ഉണർന്നു കഴിഞ്ഞാലൊക്കെ നന്നായിരിക്കും. അതിൽ KP ശശികല അടക്കമുള്ള ആളുകൾ അതിന് വല്ല ശ്രമവും നടത്തില്ല. അവർക്ക് കൃത്യമായിട്ട് ഇവിടെ ആ ജാതി ശ്രേണിയിലുള്ള സംഗതി മാത്രം നടന്നാൽ മതി എന്നാണ് അവരുടെ ആഗ്രഹം. അവരതിൽ നിന്ന് മാറുമെന്ന് ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ബൈ.